ഗൾഫ് മേഖലയെ നടുക്കിയ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവർ പലരുടെയും ജീവിതത്തിന് പുതുവെളിച്ചമേകിയ ശേഷമെന്ന് ഡോക്ടർമാർ. മരിച്ച 23 പ്രവാസികളിൽ 10 പേരുടെയും കുടുംബങ്ങൾ അവയവദാനത്തിന് സമ്മതം നൽകിയതോടെ ഒട്ടേറെ പേർക്കാണ് പുതുജീവൻ ലഭിച്ചത്. ദുരന്തത്തിന് ഇരയായിട്ടും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകാൻ അനുമതി നൽകിയ കുടുംബങ്ങളുടെ സുമനസ് ഏറെ വലുതാണെന്ന് കുവൈത്തിലെ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. കുവൈത്തിലും അബുദാബിയിലും ചികിത്സയിൽ കഴിയുന്നവരാണ് അവയവങ്ങളുടെ സ്വീകർത്താക്കളായത്. സെപ്റ്റംബർ 7 ദൃശ്യമാവുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം, 20 കാണാവുന്ന ശനിപ്രത്യയം എന്നിവയോടനുബന്ധിച്ച് ഷാർജയിലെ മലീഹ നാഷണൽ പാർക്കിന്റെ ഭാഗമായ മലീഹ ആർക്കിയോളജിക്കൽ സെന്ററിൽ പ്രത്യേക പരിപാടികൾ ഒരുക്കും. വാന നിരീക്ഷണത്തിലും ജ്യോതിശാസ്ത്രത്തിലും താല്പര്യമുള്ള സഞ്ചാരികൾക്ക് ആകർഷകമായ അനുഭവങ്ങൾ ഒരുക്കുകയാണ് പരിപാടിയുടെ പൂർണ്ണ ലക്ഷ്യം. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ കടും ചുവപ്പ് നിറത്തിലുള്ള ഗോളമായി മാറും. ഈ അപൂർവ രക്തചന്ദ്രനെ ബ്ലഡ് മൂൺ എന്നാണ് പറയുന്നത്. ഇനി മുതൽ 15 ദിവസത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ അവധിയെടുത്താൽ പാസ്സാകില്ല. 2025-26 അക്കാദമിക് വർഷം മുതൽ വിദ്യാർത്ഥികൾക്ക് കർശനമായ ഹാജർ സംവിധാനവുമായി യുഎഇയിലെ വിദ്യാർത്ഥികൾക്കായി പുതിയ വിദ്യാഭ്യാസ നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് അധികൃതർ. 15 ദിവസത്തിലകം അനുമതിയില്ലാത്ത ഹാജർ കുറവുണ്ടായാൽ ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആ അക്കാദമിക് വർഷം ആവർത്തിക്കേണ്ടി വരും. ഹാജർ കുറവ് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം തകർക്കുകയും പിന്നോക്കം പോകാനും കാരണമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. സ്കൂൾ അധികൃതരോടൊപ്പം രക്ഷിതാക്കളും ഹാജർ നിരീക്ഷണത്തിൽ ശ്രദ്ധ പുലർത്തണമെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ ആഴ്ചയിൽ രാജ്യത്താകമാനം അസ്ഥിര കാലാവസ്ഥ പ്രവചിച്ച ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ചില ഭാഗങ്ങളിൽ താപനില കുറയാനും ഉയർന്ന ഈർപ്പം അനുഭവപ്പെടാനും അതേസമയം മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ കിഴക്കൻ ഉൾപ്രദേശങ്ങളിലാണ് മേഘങ്ങൾ രൂപപ്പെട്ട് മഴയ്ക്ക് സാധ്യതയുള്ളത്. ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനു സാധ്യതയുള്ളതിനാൽ പൊടിക്കാറ്റും പ്രതീക്ഷിക്കാം.